أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയുടെ 32-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു. പറയുന്നു, അവൻ ആദമിന് എല്ലാ നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അനന്തരം അവൻ അവയെ മലക്കുകളുടെ മുമ്പിൽ വെച്ചുകാട്ടി. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എന്നോട് പറയുക. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ വന്നിരിക്കുന്ന ഇൻ കുൻതും സ്വാദിഖീൻ എന്ന വാക്യം, ഇത് സാധാരണഗതിയിൽ ഈ ഒരു വാക്യം മാത്രമായി പരിഗണിക്കുമ്പോൾ ഇതിന് അർത്ഥം നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്നുള്ളതാണ് വരാറ്. എന്നാൽ ഈ ആയത്തിൽ സിദ്ഖ് എന്നതിനർത്ഥം ശരിയായ കാര്യം പറയുക എന്നതാണ്. ഇൻ കുൻതും സ്വാദിഖീൻ എന്നതിനർത്ഥം നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ എന്നല്ല. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിക അധ്യാപനമനുസരിച്ച് അവർക്ക് പാപം ചെയ്യാനുള്ള സാധ്യതയില്ലെന്ന് മുമ്പ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഇൻ കുൻതും സ്വാദിഖീൻ എന്നതിനർത്ഥം നിങ്ങൾ കളവ് പറയുന്നില്ലെങ്കിൽ ഇവരുടെ ഗുണങ്ങൾ പറയുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ ഇവയുടെ ഗുണങ്ങൾ പറയുക എന്നാണ്. സിദ്ഖ് എന്ന പദത്തിന് സത്യം പറയുക എന്നതിലുപരി ശരിയായ കാര്യം പറയുക എന്ന അർത്ഥവും ഉണ്ടെന്ന് ഭാഷാ നിഘണ്ടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഈ ആയത്തിൽ അതേ അർത്ഥമാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ആയത്തിന് മുകളിൽ നൽകിയ അർത്ഥങ്ങൾ പരിഗണിക്കുമ്പോൾ പ്രവാചകന്മാർക്ക് തങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകന്മാരെക്കുറിച്ചും തങ്ങളുടെ സമൂഹത്തിലെ വ്യക്തികളുടെ കഴിവുകളെക്കുറിച്ചും ഒരു പരിധിവരെ അറിവ് നൽകപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാം. കാരണം ആദം നബിക്ക് ശേഷം വന്ന പ്രവാചകന്മാരുടെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ ഈ സമീപനം കാണാൻ കഴിയും. അവർക്ക് ശേഷം വരാനിരുന്ന ഒന്നോ അതിലധികമോ പ്രവാചകന്മാരെക്കുറിച്ച് അവർ മുൻകൂട്ടി അറിയിച്ചിരുന്നു. എല്ലാ പൂർണ്ണതകളുടെയും സമാഹാരമായിരുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഓരോ പ്രവാചകനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രവാചകന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവരുടെ അനുയായികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ അവസ്ഥകളും അവർക്ക് ചുരുക്കത്തിൽ വെളിവാക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇക്കാരണത്താൽ ഒരു പ്രവാചകനും തൻ്റെ സഹായികളെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരിക്കലും തെറ്റുവരുത്തിയിട്ടില്ല. അതായത് അവരുടെ സഹായികളെ ഭൂരിപക്ഷവും ഒരിക്കലും തെറ്റ് ഒന്നിച്ചിട്ടില്ല. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ ഒരു യാഥാർത്ഥ്യം ഷിയാക്കൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഖലീഫന്മാരോടുള്ള തങ്ങളുടെ എതിർപ്പ് അവസാനിപ്പിക്കുമായിരുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന ആയത്തും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ കിൻഡർ ഗാർഡൻ വിദ്യാഭ്യാസ രീതിയും തമ്മിലുള്ള ഒരു സൂക്ഷ്മമായ അതിമനോഹരമായ ഒരു കാര്യം സമർപ്പിക്കുന്നുണ്ട്. ഈ ആധുനിക വിദ്യാഭ്യാസ രീതികളിൽ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു രീതിയാണ് കിൻഡർ ഗാർഡൻ വിദ്യാഭ്യാസ രീതി. ഈ വിദ്യാഭ്യാസ രീതി ജർമ്മനിയുടെ സംഭാവനയാണ്. വാക്കർത്ഥം ഇതിനെ നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ്. എന്നാൽ സാധാരണ ഉപയോഗത്തിൽ ഇത് കുട്ടികളുടെ വിദ്യാലയം എന്നറിയപ്പെടുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ വിദ്യാഭ്യാസ രീതിയുടെ ലക്ഷ്യം പുസ്തകങ്ങളിൽ നിന്ന് പഠിപ്പിക്കുന്നതിന് പകരം കുട്ടികൾക്ക് വസ്തുക്കൾ നേരിട്ട് കാണിച്ചുകൊണ്ട് അവയുടെ പേരുകൾ പഠിപ്പിക്കുക എന്നതാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ നന്നായി ഓർമ്മയിൽ നിൽക്കുകയും കുട്ടിക്ക് ഓർമ്മശക്തിയിൽ ഭാരം ചെലുത്താതെ പാഠങ്ങൾ പഠിക്കാനും സാധിക്കുന്നു. ഈ രീതിയിൽ കുട്ടിയെ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കാൻ അനുവദിച്ചുകൊണ്ട് വിവിധ വസ്തുക്കളുടെ പേരുകൾ പഠിപ്പിക്കുകയോ അതല്ലെങ്കിൽ ചിത്രങ്ങളും മണ്ണുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ മാതൃകകളും കാണിച്ച് വിവിധ വസ്തുക്കളെക്കുറിച്ച് പഠിപ്പിക്കുകയോ ചെയ്യുന്നു. യൂറോപ്പും പ്രത്യേകിച്ച് ജർമ്മനിയും ഈ വിദ്യാഭ്യാസ രീതിയിൽ വലിയ അഭിമാനം കൊള്ളുന്നു. എന്നാൽ ഖുർആനിലെ ഈ ചെറിയ ആയത്തിൽ ഈ കിൻഡർ ഗാർഡൻ രീതി എത്ര മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ ഭാഷ പഠിപ്പിച്ചത് വാക്കുകൾ മനഃപ്പാടമാക്കിക്കൊണ്ടായിരുന്നില്ല, മറിച്ച് വസ്തുക്കളെ അവതരിപ്പിക്കുകയും അവയുടെ പ്രവർത്തനങ്ങൾ കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് പേരുകൾ പഠിപ്പിച്ചത്.
മലക്കുകൾക്ക് പഠനത്തിന്റെ സമയമായപ്പോൾ അവർക്ക് വെറും വാക്കുകളിൽ ഉത്തരം നൽകപ്പെട്ടില്ല, മറിച്ച് അർളഹും അലൽ മലായിക്കത്തി എന്നതിലൂടെ യഥാർത്ഥ വസ്തുക്കളെയോ അതല്ലെങ്കിൽ അവയുടെ കശ്ഫി രൂപങ്ങളെയോ മലക്കുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും പിന്നീട് ആദം നബിയോട് അവയുടെ പേരുകൾ പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം അറിവ് പഠിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം യഥാർത്ഥ വസ്തുവിനെയോ അതിൻ്റെ മാതൃകയെയോ ചിത്രത്തെയോ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പേരും പ്രവർത്തനവും വ്യക്തമാക്കുക എന്നതാണ്. ഈ രീതിയിൽ പാഠം നന്നായി മനസ്സിൽ കയറുന്നതാണ്. അതിനാൽ കിൻഡർ ഗാർഡൻ തത്വമനുസരിച്ച് നൽകപ്പെട്ട ആദ്യത്തെ പാഠം ജർമ്മനിയിൽ നൽകപ്പെട്ടതല്ല, മറിച്ച് സ്വർഗമോ അതല്ലെങ്കിൽ ആദമിൻ്റെ തോട്ടമോ ആയിരുന്നു ആദ്യത്തെ കിൻഡർ ഗാർഡൻ വിദ്യാലയം. അവിടെ അള്ളാഹുവിൻ്റെ വഹി ആദ്യം ആദം നബിക്കും പിന്നീട് ആദം നബിയിലൂടെ മലക്കുകൾക്കും വസ്തുക്കളെ കാണിച്ചുകൊണ്ട് പേരുകൾ പഠിപ്പിച്ചു. ഇത് മനസ്സിൽ ആയത്തിൽ പതിയാനും പൂർണ്ണമായ ഭാവം ഉൾക്കൊള്ളാനും വേണ്ടിയായിരുന്നു. അള്ളാഹു പഠിപ്പിക്കുന്നതിന് ഉദാഹരണം ഈ കാലഘട്ടത്തും നമുക്ക് കാണാൻ കഴിയും. അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഔപചാരികമായ ഒരു വിദ്യാലയത്തിലും പഠിച്ചിട്ടില്ലാത്ത അദ്ദേഹം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അറബി ഭാഷയിൽ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് 40,000 അറബി വാക്കുകൾ പഠിപ്പിക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് അറബി ഗ്രന്ഥങ്ങൾ രചിച്ചു. ഇത്തരത്തിലുള്ള മനോഹരമായ വിഷയങ്ങളുമുള്ള പുസ്തകങ്ങൾ ഒറ്റയ്ക്കോ ഒന്നിച്ചോ എഴുതി സമർപ്പിക്കാൻ ലോകത്തെ വെല്ലുവിളിച്ചു. ഈ ഗ്രന്ഥങ്ങൾ അറബ് രാജ്യങ്ങളിലും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുവെങ്കിലും ഇന്നുവരെ ആർക്കും അതിന് തുല്യമായ ഒന്ന് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഖുർആനികമായ അത്ഭുതത്തിന് ഒരു സ്ഥിരീകരണവും അതിൻ്റെ പൂർണ്ണതയുടെ തെളിവുമായിരുന്നു. ഇവിടെ ഒരു ചോദ്യം ഉദിക്കാവുന്നതാണ്. അതായത് മലക്കുകൾക്ക് പഠിക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ പിന്നെ അവർക്ക് പേരുകൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് എന്തായിരുന്നു പ്രയോജനം? അതുപോലെ തന്നെ അവർക്ക് പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ആദമിൻ്റെയും മലക്കുകളെയും കഴിവുകൾ തമ്മിലുള്ള വ്യത്യാസം തെറ്റായിരുന്നില്ലേ? ഈ ചോദ്യത്തിന് ഇവിടെ ഉത്തരം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ ഉത്തരം ഇതാണ്. ആദമിൻ്റെ അറിവ് തഫ്സീലി ആയിരുന്നു, അതായത് വിശദമായിട്ടുള്ളതായിരുന്നു. എന്നാൽ മലക്കുകളുടെ അറിവ് ഇജ്മാലി ആയിരുന്നു, അതായത് ചുരുക്കത്തിലുള്ളതായിരുന്നു. ഒരു വസ്തുവിനെക്കുറിച്ചുള്ള ചുരുക്കത്തിലുള്ള അറിവ് അതിനെക്കുറിച്ച് വിശദമായ അറിവ് നേടാൻ കഴിവില്ലാത്ത വ്യക്തികൾക്കു ലഭിക്കാറുണ്ട്. ആദമിന് തൻ്റെ കഴിവിലൂടെ ഏത് രീതിയിലാണോ ദൈവിക ഗുണങ്ങളെക്കുറിച്ച് അറിവ് നേടാൻ കഴിയുന്നത് അത് മലക്കുകൾക്ക് സാധ്യമല്ലെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക മാത്രമായിരുന്നു മലക്കുകളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഈ കാര്യം പൂർണ്ണരായ വ്യക്തികളെ, അതായത് കാമലീൻ ആയ വ്യക്തികളെ അവതരിപ്പിക്കുന്നതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പൂർണ്ണരായ വ്യക്തികളെ കണ്ടതിന് ശേഷം മലക്കുകൾക്ക് ദൈവിക ഗുണങ്ങളെക്കുറിച്ച് വിശദമായ അറിവ് ലഭിച്ചു എന്നല്ല ഇതിനർത്ഥം. ഇതോടെ ഈ ആയത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. ജസാക്കുമുല്ലാഹു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.